നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ശ്രദ്ധിക്കുക. ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇഷ്ടമാണോ? മന്ത്ലി വൺസ് എങ്കിലും പോയി നിങ്ങൾ ഫേഷ്യലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പെഡിക്യൂറോ ത്രെഡിങ്ങും ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴും നല്ല പ്രസന്റബിൾ ആയിരിക്കുക, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുക. ചില സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് മുഷിഞ്ഞ വസ്ത്രമായിട്ടല്ലേ, ഡ്രസ്സിനകത്ത് കുറേ വെള്ളവും കുറേ കറികളുടെ അടയാളവും ഒക്കെ ആയിട്ടൊരു പ്രസന്റബിൾ അല്ലാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാം. എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും പറയും ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മുഷിയും. ജോലി ചെയ്ത് മുഷിഞ്ഞാൽ ഉടനെ നമ്മൾ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അത്യാവശ്യം നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇഷ്ടമാണോ? മന്ത്ലി വൺസ് എങ്കിലും പോയി നിങ്ങൾ ഫേഷ്യലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പെഡിക്യൂറോ ത്രെഡിങ്ങും ഇതൊക്കെ ചെയ്ത് എപ്പോഴും നല്ല നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നിങ്ങൾ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധ കൊടുക്കുക. പലരും വിവാഹശേഷം കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞ ശേഷം ശരീരമൊക്കെ ഒരുപാട് വീർത്തും കുറച്ച് എന്താ പറയുക അഭംഗിയിലേക്ക് പോകുന്നതായിട്ടൊക്കെ പല സ്ത്രീകളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, അത് കൂടാതെ തന്നെ എന്തെങ്കിലും ഒരു വർക്കൗട്ടോ യോഗയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് സൂപ്പറാക്കി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.